മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു. അവിടുന്ന് കാണാതായ സ്വർണം കണ്ടെത്തി എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. VV വിനോദ് ചേരുന്നു. വിനോദ്, വലിയ ആശങ്കയിലേക്ക് വഴിവെച്ചിരുന്നു. ഇത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായി എന്നുള്ള വാർത്ത. ഇപ്പോൾ അത് തിരിച്ചു ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെയാണ് സ്വർണം ലഭിച്ചിരിക്കുന്നത്. 13 പവന്റെ സ്വർണ്ണ കമ്പിയാണ് ഇത്. വാതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്വർണമാണ്. ഈ സ്വർണം അവിടുത്തെ ജീവനക്കാരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരുടെ സമക്ഷത്തിൽ എത്തിച്ച് പിന്നീട് അത് തൂക്കി നോക്കുന്നതാണ് അവിടുത്തെ ഒരു രീതി. കൊണ്ടുവന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ലോക്കറിൽ പെട്ടിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. ആ പെട്ടിയോടുകൂടി കൊണ്ടുവന്ന് സ്വർണ്ണപ്പണിക്കാരൻ ഉൾപ്പെടെയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിന് സാക്ഷ്യം വഹിക്കണം. ആ സമയത്താണ് പെട്ടിയിൽ നിന്ന് ഇത് തുറന്നെടുക്കുകയും മറ്റൊരു സഞ്ചിയിലാണ്, പെട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. അതിൽ നിന്ന് പുറത്തെടുക്കുകയും വേണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ലോക്കറിൽ നിന്ന് പെട്ടി അവിടെ വെച്ച് തന്നെ തുറന്നു. അതായത് ലോക്കറിൽ നിന്ന് പെട്ടിയെടുത്ത് പെട്ടി അവിടെ വെച്ച് തന്നെ തുറന്നു. പിന്നീട് സഞ്ചിയുമായാണ് ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് ജീവനക്കാരൻ എത്തിയത്. ഈ സമയത്ത് ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനും ഇയാളുമായി ഒരുമിച്ച് വരണം എന്നതാണ് അവിടുത്തെ ഒരു നിയമം. പക്ഷേ ഈ രണ്ടുപേരും അകലം പാലിച്ചാണ് വന്നതെന്നതും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഭാഗത്ത് തന്നെയാണ് വിലയിരുത്തൽ. ആ സമയത്ത് തന്നെ സംശയമുണ്ടായിരുന്നു ഇത് കയ്യിൽ നിന്ന് ഊർന്നു വീണതാകാം, അല്ലെങ്കിൽ കവർച്ചയുടെ സാധ്യത. ഈ രണ്ട് സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ മണ്ണിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു സ്വർണ്ണ കമ്പി. 13 പവന്റെ സ്വർണ്ണ കമ്പി മണ്ണിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. 6 മണിക്ക് CI മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത് നിലവിലൊരു കവർച്ചയുടെ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് സ്ഥിരീകരണത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് വിനോദ്? ഭവ്യ, അതിൽ ഇനിയും പരിശോധന നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീണതാകാം. എങ്കിൽ തന്നെയും നേരത്തെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഈ തരത്തിൽ സാധനങ്ങൾ കാണാതാകുകയും പിന്നീട് പരാതി ഉയരുമ്പോൾ ഇത് തിരികെ എത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ചിലപ്പോൾ ഈ സാധനം കാണാതായി എന്ന് മനസ്സിലാകുന്നത് ആഴ്ചകളോ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം കാണാനില്ല എന്ന കാര്യം ഒരുപക്ഷെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്നു. അതായത് 700-800 വർഷം പഴക്കമുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് അതിന് പകരം മറ്റ് ചില വസ്തുക്കൾ, ഇത് കാഴ്ചയിൽ ഒരുപോലിരിക്കും, എന്നാൽ ആ വസ്തു മാറ്റി താരതമ്യേന വില കുറഞ്ഞതും പുതിയ കാലഘട്ടത്തിൽ നിർമ്മിച്ചതുമായ വസ്തു കൊണ്ട് ഇതിന്റെ സ്ഥാനത്ത് വെച്ച് അങ്ങനെ പരാതികൾ ഒഴിവാക്കുന്ന രീതിയുണ്ട്. അതായത് മൂല്യമുള്ള വസ്തുക്കൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് കോടികൾ വിലമതിക്കുന്ന വസ്തുക്കളാണ്. 700-600 വർഷത്തിന് മുകളിലേക്ക് പഴക്കമുള്ള വസ്തുക്കളുണ്ട്. ഇതെല്ലാം തന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും പിന്നീട് അതേ രൂപത്തിലുള്ള, അതേ മാതൃകയിലുള്ള വസ്തുക്കൾ തിരികെ കൊണ്ടുവയ്ക്കുന്നു എന്നത് ഗുരുതരമായ ആരോപണമാണ്. ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നിരീക്ഷണം പല ഘട്ടങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ ഭരണസമിതി മാത്രമല്ല, മുൻപ് ഉണ്ടായിരുന്ന പല ഭരണസമിതികളും അത്തരം കാര്യങ്ങളിൽ കാര്യമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നില്ല. മാത്രമല്ല, പണ്ട് ഈ സ്വർണം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും വലിയ നിധിശേഖരം കണ്ടെത്തുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യമായ ഒരു ഭരണ സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ വളരെയധികം കർശനമായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന സംവിധാനമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുണ്ട്. അങ്ങനെ വിപുലമായ ഭരണസമിതിയാണ്. എങ്കിൽ പോലും ആ ഭരണസമിതിയും കാര്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന ആരോപണം ഒരു വിഭാഗം ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഭവ്യ, ശരി. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തിയെന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മണൽപ്പരപ്പിൽ നിന്ന് തന്നെയാണ് സ്വർണം കണ്ടെത്തിയത്. പക്ഷേ ഇതൊരു മോഷണ ശ്രമമാണോ അതല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച ഒന്നാണോ എന്നുള്ള കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. അത് 6 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഈ കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. VV വിനോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ പൂർണ്ണമാകുന്നു.